നമസ്കാരം. 70 വർഷം മുൻപുള്ള ഒരു മാസികയിൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിനാവശ്യമായ പാഠങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ 1953 മെയ് മാസത്തിലെ അഖണ്ഡജ്യോതിയുടെ താളുകളിലേക്കാണ് തിരികെ പോകുന്നത്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ കാലാതീതമായ ആ ജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഈ ലക്കത്തിന്റെയെല്ലാം കാതലെന്താണെന്നറിയുമോ? അത് സർവതോമുഖി ഉന്നതി എന്നൊരു ആശയമാണ്. കേൾക്കുമ്പോൾ വലിയ വാക്കാണെന്ന് തോന്നാം, പക്ഷേ സംഗതി ലളിതമാണ്. സമഗ്രമായ പുരോഗതി. അതായത് നമ്മുടെ ആരോഗ്യം, മനസ്സ്, സാമൂഹിക ജീവിതം, ആത്മാവ് ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരുപോലെയുള്ളൊരു വളർച്ച. ഈ മാസികയിലെ ഓരോ ലേഖനവും നമ്മളെ ഈ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ്. ദാ ഈ കാണുന്നതാണ് 1953 ആ മാസികയുടെ യഥാർത്ഥ ഉള്ളടക്കം. ഒന്ന് നോക്കിക്കേ. ആന്തരിക സമാധാനം, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഭക്തി, സ്വഭാവശുദ്ധി, ഇങ്ങനെ വ്യക്തിജീവിതത്തിലെ ഓരോ ചെറിയ കാര്യവും നമ്മുടെ ആത്മീയ വളർച്ചയുമായി എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചേരുമ്പോഴാണ് ആ ഒരു സമ്പൂർണ്ണ പുരോഗതിയുണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. അണയാത്ത ദീപത്തിൽ നിന്നുള്ള അറിവ്, നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തിന്റെ ശക്തി, സന്തുലിതമായ ഒരു ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം, അതിനുള്ള ആത്മീയ വഴികൾ, ഒടുവിൽ ഇതെല്ലാം ചേർന്ന് എങ്ങനെ സമഗ്രമായ പുരോഗതി നേടാം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? അഖണ്ഡജ്യോതി, ആ പേരുപോലെ തന്നെ അതൊരിക്കലും അണയാത്തൊരു ദീപമാണ്. എപ്പോഴും വെളിച്ചം തരുന്ന, വഴികാട്ടുന്ന ഒരു ഉറവിടം. മാസിക തുറക്കുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരാശയമാണ്. മനുഷ്യന് ദൈവമാകാൻ കഴിയും. ഇത് വെറുതെ ഒരു ഭംഗിവാക്കല്ല കേട്ടോ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദൈവികമായ കഴിവുകളില്ലേ, അതിനെ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ഉന്നതങ്ങളിലെത്താൻ പറ്റും എന്നൊരു വലിയ പ്രതീക്ഷയാണിത് തരുന്നത്. അപ്പോ മനുഷ്യന് ഇത്രയും വലിയ കഴിവുകളുണ്ടെങ്കിൽ ആ യാത്ര എവിടെന്നാ തുടങ്ങേണ്ടത്? സംശയിക്കേണ്ട, മാസിക വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാ പുരോഗതിയുടെയും തുടക്കം നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ആന്തരിക സ്വഭാവത്തിൽ നിന്ന്. മാസിക നമ്മുടെ മനസ്സിനെ ഒരു യുദ്ധക്കളമായിട്ടാണ് ഉപമിക്കുന്നത്. ഒരു വശത്ത് നല്ല ചിന്തകൾ, മറുവശത്ത് ചീത്ത ചിന്തകൾ, എപ്പോഴും ഒരു പോരാട്ടം. മനോഭാവങ്ങളുടെ പ്രഭാവം എന്ന ലേഖനത്തിൽ പറയുന്നതുപോലെ ഈ യുദ്ധത്തിൽ ആരാണോ ജയിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ തീരുമാനിക്കുന്നത്. അപ്പോ ഈ യുദ്ധത്തിലെ 2 ടീമുകളാണ് സാത്വികവും താമസികവുമായ ചിന്തകൾ. സാത്വികം, അതായത് ശുദ്ധമായ പോസിറ്റീവ് ചിന്തകൾ, അത് നമുക്ക് കരുണ, സന്തോഷം, സമാധാനമൊക്കെ തരും. നേരെ മറിച്ച് താമസികം, അതായത് ഇരുണ്ട നെഗറ്റീവ് ചിന്തകൾ, അത് നമ്മളെ ദേഷ്യത്തിലേക്കും മടിയിലേക്കും നിരാശയിലേക്കുമൊക്കെ തള്ളിവിടും. അപ്പോ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എങ്ങനെയാണ് ഈ നല്ല ചിന്തകളെ വളർത്തിയെടുക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ശീലധർമ്മം, അല്ലെങ്കിൽ നല്ല സ്വഭാവം. സത്യം പറയുക, ദയ കാണിക്കുക, സ്വയം നിയന്ത്രിക്കുക, ക്ഷമിക്കുക, ഇതൊക്കെയാണ് അതിന്റെ അടിത്തറ. ഈ ഗുണങ്ങൾ നമ്മൾ ശീലിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ തനിയെ ശുദ്ധമായിക്കോളും. ശരി, അപ്പൊ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഈ അറിവുകളൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കാം. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം വരുന്നത്. പലരും വിചാരിക്കുന്നത് വേദാന്തം പോലെയുള്ള വലിയ തത്വങ്ങളൊക്കെ സന്യാസിമാർക്ക് മാത്രമുള്ളതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മുടെ എല്ലാം ഡെയിലി ലൈഫിനുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡ് കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും വീട്ടിലെ കാര്യങ്ങളിലായാലും ഈ ആത്മീയതയെ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റും. ഒരു രസകരമായ ചോദ്യം ചോദിക്കട്ടെ. 1950കളിലെ ഒരു ആത്മീയ മാസികയ്ക്ക് നിങ്ങളുടെ ഇന്നത്തെ ഡയറ്റിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാകുമോ? ഉത്തരം വളരെ സിമ്പിളാണ്, പക്ഷെ അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമാണ്. മിതത്വം. അധികം ഉപ്പ് കഴിക്കരുത് എന്നൊരു ലേഖനം തന്നെയുണ്ടിതില്. അതിൽ പറയുന്നതെന്താണെന്നാൽ നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അധികം ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും നല്ലതല്ല. ഓർക്കണം, ഇത് 70 വർഷം മുൻപുള്ള ഉപദേശമാണ്. ഇപ്പോഴും ഡോക്ടർമാർ ഇതുതന്നെയല്ലേ പറയുന്നത്? ശരി, ഇനി നമുക്ക് നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ഉയർത്താനായിട്ട് ഈ മാസികയിൽ പറയുന്ന ചില പ്രത്യേക വഴികളെക്കുറിച്ച് നോക്കാം. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വികാരങ്ങളെ എങ്ങനെ മറികടക്കാം? അതിന് 4 സ്റ്റെപ്പുകളാണ് മാസിക പറയുന്നത്. സ്റ്റെപ്പ് 1, നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം കാരണം വെറുപ്പ്, ഭയം, പിന്നെ അടങ്ങാത്ത ആഗ്രഹങ്ങളാണെന്ന് ആദ്യം തിരിച്ചറിയുക. സ്റ്റെപ്പ് 2, എന്ത് ചെയ്താലും അതിന്റെ ഫലത്തിൽ ഒരു പടങ്ങ് കടിച്ചു തൂങ്ങാതിരിക്കുക. സ്റ്റെപ്പ് 3,
ഈ ലോകത്തുള്ള എല്ലാ ജീവികളെയും നമ്മളെപ്പോലെ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ 4ാമത്തെ സ്റ്റെപ്പായ ആന്തരിക സമാധാനവും സ്വാതന്ത്ര്യവും നമ്മളെ തേടിവരും. ഭക്തിയെ മാനസിക ശക്തി കൂട്ടാനുള്ള ഒരു ടൂളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിന് പതിവ്രത യോഗ എന്നൊരാശയം. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: നമ്മുടെ ശ്രദ്ധയും ഭക്തിയുമെല്ലാം പൂർണ്ണമായി ഒരൊറ്റ കാര്യത്തിൽ കേന്ദ്രീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഏകാഗ്രതയില്ലേ, അത് നമുക്ക് സങ്കൽപ്പിക്കാൻ പറ്റാത്തത്ര ആന്തരിക ശക്തി നൽകും. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയെയും ചിന്തകളെയും അകറ്റി നിർത്താനുള്ള ഏറ്റവും പവർഫുള്ളായ ഒരു മാർഗമായി മാസിക പറയുന്നത് ഗായത്രി മന്ത്രത്തെയാണ്. ഗായത്രി സംഹിത എന്നൊരു ഭാഗം തന്നെ ഇതിനായി നീക്കിവച്ചിട്ടുണ്ട്. അപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. എന്താണ് ഈ സർവതോമുഖി ഉന്നതി അഥവാ സമഗ്രമായ പുരോഗതിയെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോ എന്താണ് ഈ സമഗ്രമായ പുരോഗതി? ചുരുക്കി പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 1. നല്ല ചിന്തകളും നല്ല സ്വഭാവവും കൊണ്ട് നമ്മുടെ ഉള്ളിലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. 2. ഈ ആത്മീയ തത്വങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. 3. ധ്യാനം പോലെയുള്ള പ്രാക്ടീസുകളിലൂടെ നമ്മുടെ ബോധത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോവുക. ഈ 3 ഒത്തുചേരുമ്പോഴാണ് ശരിക്കും ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ഒരു സമ്പൂർണ്ണ സൗഖ്യം നമുക്ക് കിട്ടുന്നത്. നോക്കൂ, ഈ അറിവുകളെല്ലാം 1953 എഴുതിയതാണെങ്കിലും ഇന്നും നമുക്കിത് എത്രത്തോളം ആവശ്യമാണല്ലേ? നമ്മളിന്ന് സംസാരിച്ച ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏത് ഒരു കാര്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? അത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളിലായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണരീതിയിലാവാം, അതുമല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതിയിലാവാം. എന്തായാലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി.